BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സൈബർ രംഗത്തെ ചൂഷണങ്ങളിൽ നിന്നും ബ്ലാക്ക് മെയിലിംഗിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ ക്യാമ്പയിൻ ബഹ്റൈനിൽ ആരംഭിച്ചു. ചടങ്ങിൽ ആന്റോണി ജനറൽ ഡോക്ടർ അലി ബിൻ ഫദൽ അൽ ബുവൈനൻ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനും കോർട്ട് ഓഫ് കാസേഷൻ പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അലി ബിൻ അബ്ദുള്ള അൽ ഖലീഫ, സാമൂഹിക വികസന മന്ത്രി ഉസാമ ബിൻ അഹമ്മദ് ഖലാഫ് അൽ അസ്ഫൂർ, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ തുടങ്ങിയവർ പങ്കെടുത്തു. പബ്ലിക് പ്രോസിക്യൂഷൻ, ആഭ്യന്തര മന്ത്രാലയം, സാമൂഹിക വികസന മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, നീതിന്യായ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് മന്ത്രാലയം, ഇൻഫർമേഷൻ മന്ത്രാലയം എന്നിവ ചേർന്നാണ് ദേശീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കെതിരെ നടക്കുന്ന ഓൺലൈൻ ചൂഷണങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും അവബോധം വളർത്തുക എന്നതാണ് ദേശീയ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിലെ ആഭ്യന്തര സഹമന്ത്രിയായി ആദിൽ ബിൻ ഖലീഫ അൽ ഫാദിലിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പുറപ്പെടുവിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് നിയമനം. ആഭ്യന്തരമന്ത്രിയുടെ അഭാവത്തിൽ ഇദ്ദേഹം ചുമതലകൾ വഹിക്കും. ആഗസ്റ്റ് 1 മുതലായിരിക്കും അദ്ദേഹം ചുമതലകൾ ഏറ്റെടുക്കുക. ബഹ്റൈനിലെ നിരവധി ഹൈവേകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വർക്ക്സ് മന്ത്രാലയം അറിയിച്ചു. പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണിയും നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏവരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇസ ബിൻ സൽമാൻ ഹൈവേ, ജനാബിയ ഹൈവേയിലെ ഒറ്റവരി, ഹിദ് ഹൈവേ, സലാഖ് ഹൈവേ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു. രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റു. ബർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കി ഇന്നാണ് ട്രയൽ റൺ നടക്കുന്നത്. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക. ജൂലൈ 2 ചൈനയിലെ സിയാവൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം തുറക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് ഇന്നലെ നടന്നത്. സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതെന്ന പ്രചാരണം കോൺഗ്രസ് ശക്തമാക്കുന്നതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മകനും MLAയുമായ ചാണ്ടിയുമ്മൻ, ചരിത്രദിനമെന്ന് പ്രതികരിച്ച ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം എന്നെഴുതിയ ചിത്രവും പങ്കുവച്ചു. വിഴിഞ്ഞത്ത് മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനും MPക്കും ക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ചാണ്ടിയുമ്മന്റെ പോസ്റ്റ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാരാണ് പദ്ധതി പൂർത്തിയാക്കിയത്. അതിനാലാണ് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിച്ച് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് UDF പ്രകടനവും സംഘടിപ്പിക്കും. വിഴിഞ്ഞത്തെ ചടങ്ങ് ബഹിഷ്കരിക്കില്ലെന്നും നേതാക്കളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നുമാണ് UDF കൺവീനർ MM ഹസൻ അറിയിച്ചത്. വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പങ്കെടുക്കില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്താത്തതിനാലാണ് പങ്കെടുക്കാത്തതെന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം. തുറമുഖ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. പദ്ധതിയോടോ പദ്ധതി നടത്തിപ്പിനോടോ തനിക്ക് ഒരു തരത്തിലുമുള്ള എതിർപ്പുമില്ലെന്നും ശശി തരൂർ പറഞ്ഞു. സ്ഥലം MP എന്ന നിലയ്ക്ക് പദ്ധതിക്ക് ആവശ്യമായ എല്ലാ ഇടപെടലുകളും താൻ നടത്തും. ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തനിക്കുള്ള ചില ആശങ്കകൾ മുഖ്യമന്ത്രിയോട് പങ്കുവച്ചിരുന്നു. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ടെന്നും ശശി തരൂർ MP ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഡെങ്കിപ്പനി പടരുന്നതിനിടെ ആശങ്കയായി H1N1 രോഗബാധ. മലപ്പുറത്ത് 12 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ജൂലൈ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ H1N1 ചികിത്സ തേടിയത്. ഈ വർഷം ജില്ലയിൽ 30 കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കേരളമാകെ പനിക്കിടക്കയിലാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, കോളറ, H1N1, വെസ്റ്റ് നൈൽ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിങ്ങനെ രോഗങ്ങളുടെ പട്ടിക നീളുകയാണ്. തിരുവനന്തപുരത്താണ് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം.
കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡറായി സൂപ്പർ താരം മോഹൻലാൽ എത്തും. ക്രിക്കറ്റ് പ്രേമിയും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള ടീമിന്റെ നായകനുമായിരുന്ന മോഹൻലാൽ കൂടി അണിചേരുന്നതോടെ പുതിയൊരു ക്രിക്കറ്റ് വിപ്ലവത്തിനാണ് സംസ്ഥാനത്ത് കളമൊരുങ്ങുന്നത്. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് KCLന്റെ ഭാഗമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ മികച്ച പ്രതിഭകൾ കേരള ക്രിക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ദേശീയ ശ്രദ്ധയും അതുവഴി മികച്ച അവസരങ്ങളും കൈവരാനുള്ള അവസരമാണ് ലീഗിലൂടെ ഒരുങ്ങുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി. IPL മാതൃകയിൽ മലയാളി താരങ്ങൾ ഉൾപ്പെട്ട 6 ടീമുകൾ അണിനിരക്കുന്ന 2020 ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസൺ സെപ്റ്റംബർ 2 മുതൽ 19 വരെ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട് ഹബ് സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. 60 ലക്ഷം രൂപയാണ് ലീഗിലെ ആകെ സമ്മാന തുക. പകലും രാത്രിയുമായി 2 മത്സരങ്ങളാണ് ദിവസവും ഉണ്ടാവുക. ലീഗിന്റെ ഇടവേളയിൽ മലയാളി വനിതാ ക്രിക്കറ്റ് താരങ്ങൾ അണിനിരക്കുന്ന പ്രദർശന മത്സരവും സംഘടിപ്പിക്കും. ടീം ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുന്നതിനുള്ള താൽപര്യപത്രം സമർപ്പിക്കാനുള്ള അവസരം ജൂലൈ 15 വരെയാണെന്ന് KCL ചെയർമാൻ നാസിർ മച്ചാൻ അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിനൊപ്പം അംബാസഡറായി മോഹൻലാൽ അണിചേരുന്നത് അഭിമാനകരവും ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണെന്നും KCA പ്രസിഡന്റ് ജയേഷ് ജോർജും സെക്രട്ടറി വിനോദ് എസ് കുമാറും പറഞ്ഞു. 2023 കേരള പൊതുരേഖ ബിൽ രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ പുരാവസ്തു സ്മാരകങ്ങളുടെയും ശേഷിപ്പുകളുടെയും സംരക്ഷണം, പരിപാലനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1968 പുരാവസ്തു സാങ്കേത പുരാവശിഷ്ട ആക്ട് നിലവിലുണ്ടെങ്കിലും പ്രാധാന്യമുള്ള പുരാരേഖകളും പൊതുരേഖകളും സംരക്ഷിക്കുന്നതിന് സംസ്ഥാനത്ത് നിയമം നിലവിലില്ല. നിലവിൽ 1976 ചരിത്രരേഖ എന്ന തീരുമാനം അംഗീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് മാത്രമാണുള്ളത്. കേന്ദ്ര സർക്കാർ 1993 പാസാക്കിയ പബ്ലിക് റെക്കോർഡ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് പുതിയ ബില്ല്. പ്രാധാന്യമുള്ള പൊതുരേഖകളുടെ സംരക്ഷണം നിയമമൂലം ഉറപ്പാക്കുന്നതാണ് ബില്ലിലെ ഉള്ളടക്കം. പൊതുരേഖകളുടെ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട ഭരണനിർവഹണം, നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം എന്നീ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം, പൊതുരേഖകൾ സംസ്ഥാനത്തിന് വെളിയിൽ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, റെക്കോർഡ് ഓഫീസർമാരുടെ ചുമതലകൾ, പൊതുരേഖകൾ നശിപ്പിക്കലും തീർപ്പാക്കലും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്നും രേഖകൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ബില്ലിന്റെ ഭാഗമാണ്. ഗൾഫ് വിപണി ലക്ഷ്യമിട്ട് കേരള സോപ്പ് കടൽ കടക്കുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ യൂണിറ്റായ കേരള സോപ്സ് നിർമ്മിക്കുന്ന പ്രീമിയം ഉൽപ്പന്നങ്ങളാണ് ഗൾഫ് വിപണിയിലെത്തുന്നത്. കയറ്റുമതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 3 എറണാകുളം ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ മന്ത്രി P. രാജീവ് നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നതെന്നും KSIA ചെയർമാൻ ഫിലിപ്പോസ് തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ്, ടോയ്ലറ്റ് സോപ്പുകൾ, സാൻഡൽ, ടർമറിക് അടക്കമുള്ളവയാണ് പുതുതായി വിപണിയിൽ എത്തിക്കുന്നത്. രാജ്യത്ത് 3000-ഓളം ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 803 മെട്രിക് ടൺ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. ഇതുവഴി 282 ലക്ഷം രൂപയുടെ അറ്റാദായം കമ്പനിക്ക് കൈവരിച്ചു. ഈ സാമ്പത്തിക വർഷം ഇത് 300 ലക്ഷമാക്കുകയാണ് ലക്ഷ്യം. കേരള തീരത്ത് തമിഴ്നാട് തീരത്തും വെള്ളിയാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.